എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, പുതിയ ഒരു ഇൻവെർട്ടർ അല്ലെങ്കിൽ സോളാർ ഓഫ് ഗ്രിഡ് ആയാലും ഓൺ ഗ്രിഡ് ആയാലും പുതിയ ഒരെണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്താണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് കാര്യം, നമ്മളൊന്ന് നോക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും ആതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ ഇൻവെർട്ടർ, ബാറ്ററി, സോളാർ പാനലുകൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നാമത് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത് ഏതെങ്കിലും ബ്രാൻഡഡ് ഐറ്റം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ബ്രാൻഡഡ് ഐറ്റം വാങ്ങിക്കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ ഈ ഡീലറോ അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന കടക്കാരൻ അയാളുടെ കച്ചവടം നിർത്തി അയാളിത് പോയി കഴിഞ്ഞാലും നമുക്ക് സർവീസ്, ആഫ്റ്റർ സർവീസ് കിട്ടും. നമുക്ക് ലോക്കൽ ആളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും നമുക്കൊരു ഇൻവെർട്ടറോ അല്ലെങ്കിൽ ബാറ്ററിയോ സോളാറോ മേടിച്ച് വയ്ക്കാൻ സാധിക്കില്ല. കാരണം ഇയാളുടെ ഷോപ്പ് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് സർവീസിന് ബുദ്ധിമുട്ടി പോകും. അപ്പോൾ നമ്മുടെ ബ്രാൻഡഡ് സാധനമാണെങ്കിൽ അതിന് ഒരു സർവീസ് നമ്പർ ഉണ്ടാവും, അതിന് ടോൾ ഫ്രീ നമ്പർ ഉണ്ടാവും, അതിന് നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ മേടിക്കേണ്ടത് നമ്മളൊരു ബ്രാൻഡഡ് സാധനം പർച്ചേസ് ചെയ്യാം. അതൊന്ന്. രണ്ടാമത്തെ സാധനം, ഇപ്പോൾ ഒരു സോളാർ ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ സോളാർ ഒരു സിസ്റ്റത്തിന് ആവശ്യമുള്ളത് PV ആവശ്യമുണ്ട്, സോളാർ പാനൽ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഇൻവെർട്ടർ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഓഫ് ഗ്രിഡ് ആണെങ്കിൽ അതിന് ബാറ്ററി ആവശ്യമുണ്ടാവും. ഈ 3 ഐറ്റങ്ങൾ നമ്മൾ ഒരേ കമ്പനിയുടെ തന്നെ വാങ്ങുക. ഒരു എക്സാമ്പിളിന് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ യുക്തിയിലൂടെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതേ കമ്പനിയുടെ തന്നെ പാനലും ഇൻവെർട്ടറും ബാറ്ററിയും വാങ്ങാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് നമ്മൾ അവരുടെ ടോൾ ഫ്രീ നമ്പറിലോ അല്ലെങ്കിൽ സർവീസ് സെന്ററോ വിളിച്ചു കഴിഞ്ഞിട്ട് അവിടുത്തെ ടെക്നീഷ്യൻ വന്ന് നോക്കിക്കഴിഞ്ഞാൽ 3ഉം ഒരേ ഐറ്റം ആണെങ്കിൽ അയാൾക്ക് ഒന്നിന് കുറ്റം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ സാധിക്കില്ല. ഇത് 3 കമ്പനിയാണെങ്കിൽ വരുന്ന പ്രശ്നം, സോളാറിന്റെ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നതിനെ നമ്മൾ ആദ്യം വിളിക്കുന്ന ഇൻവെർട്ടർ ടെക്നീഷ്യൻസിനെ ആയിരിക്കും. അവരാദ്യം വരും, അവർ നോക്കിയിട്ട് പറയും ഞങ്ങളുടെ ഇൻവെർട്ടർ അല്ല പ്രശ്നം, നിങ്ങളെ പാനല് ജനറേഷൻ വരാത്താണെന്ന് പറയും. പാനലുകാരൻ വന്നിട്ട് പറയും ഇൻവെർട്ടറും ബാറ്ററിയും പ്രശ്നമാണെന്ന് പറയും. ബാറ്ററിക്കാരൻ പറയും ഇൻവെർട്ടറിന് ചാർജ് ആവുന്നില്ല അല്ലെങ്കിൽ പാനലിന് ജനറേഷൻ വരുന്നില്ല എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് 3ഉം നമുക്ക് ഒറ്റ ബ്രാൻഡിൽ നിന്ന് നമ്മൾ മേടിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇത് വയ്ക്കുന്നത് നമ്മുടെ ലോങ് ലൈഫിലേക്കാണ്. അപ്പോൾ നമ്മൾ മേടിക്കുന്ന കടക്കാരൻ നമ്മുടെ വ്യക്തിബന്ധത്തിന്റെ പുറത്തോ മറ്റോ ആയിരിക്കും നമ്മളൊരു കടയിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യുന്നത്. അവരൊരു പക്ഷേ ആ ഷോപ്പ് അടച്ചു പോയാൽ ബിസിനസ് മതിയാക്കി വേറെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആഫ്റ്റർ സർവീസ് കിട്ടും. നമ്മൾ ബ്രാൻഡഡ് സാധനം, ഒരേ കമ്പനിയുടെ സാധനം, ഒരേ ബ്രാൻഡ് സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ. ഇതെല്ലാവരും ശ്രദ്ധിക്കണമല്ലോ. ഇനിയൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം.